بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സിഫത്തുൽ ആർഖി, ഖിയാമത്തിലെ വിയർപ്പിന്റെ അവസ്ഥയെ സംബന്ധിക്കുന്ന വിവരണം. മഹ്ശറിൽ എങ്ങനെയായിരിക്കും മനുഷ്യൻ വിയർക്കുക, അതിന്റെ കാരണം എന്താണ്, അതിനെപ്പറ്റി എല്ലാമാണ് പറയുന്നത്. പിന്നീട് തഫക്കർ, നീ ചിന്തിക്ക്, ഫിസ്ദിഹാമിൽ ഖലായിഖി, മഹ്ശറയുടെ ആ മൈതാനിയിൽ സൃഷ്ടികളുടെ തിരക്കിനെ കുറിച്ച് നീ ചിന്തിക്കുക. ഭൂമി മൊത്തമല്ല മഹ്ശറ, ഒരു ഭാഗമാണ്. യമൻ ഉൾപ്പെടുന്ന, ഷാം ഉൾപ്പെടുന്ന, ഹിജാസിന്റെ, അതായത് അറേബ്യയുടെ കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് മഹ്ശർ. അങ്ങോട്ടേക്കാണ് സൃഷ്ടികളെല്ലാം മാറ്റി തെളിച്ചു കൊണ്ടുപോകുന്നത്. സൃഷ്ടികളുടെ ആ തിരക്ക്, അതിനെ സംബന്ധിച്ച് നീ ചിന്തിക്കുക. വജിത്തിമാഹിം, അവരിങ്ങനെ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ചും നീ ചിന്തിക്കുക. ഹത്തസ്ദഹമ അലൽ മൗഖിഫി, എത്രത്തോളം ഇസ്ദഹമ അലൽ മൗഖിഫി, ആ മൗഖിഫിൽ തിരക്ക് കൂട്ടും. അഹ്ലുസ് സമാവാതി സബ്ഇ, ഏഴാകാശത്തിലെയും ആൾക്കാർ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ. വൽ അർളീന സബ്ഇ, 7 ഭൂമിയുണ്ടെന്നാണ് പഴയ മഹാന്മാരൊക്കെ പറയുന്നത്. ഇമാം ഗസാലിയും അങ്ങനെ തന്നെ പറയുന്നു. അള്ളാഹു ഖുർആനിൽ അതിലേക്ക് സൂചനയും നൽകിയിട്ടുണ്ട്. അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന. അതിപ്പോ ശാസ്ത്രലോകമൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുപോട്ടെ, 7 ഭൂമിയിലെയും ആൾക്കാർ, 7 ആകാശത്തിലെയും 7 ഭൂമിയിലെയും ആൾക്കാർ തിരക്ക് കൂട്ടും. മിൻ മലക്കിൻ വ ജിന്നിൻ, മലക്ക്, ജിന്ന്, ഇൻസ്, മനുഷ്യൻ, ശൈത്താൻ, വഹ്ഷ്, ഈ പിന്നെ വന്യജീവികൾ. പിന്നെ വഹ്ഷ് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇപ്പൊ സബൂഹ് വരുന്നുണ്ട്, വന്യജീവികൾ, തൈരിൻ, പക്ഷികൾ. ഇതെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും, തിരക്ക് കൂട്ടും. ഇതെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ജനങ്ങളുമായി തീരെ അടുപ്പമില്ലാതെ കഴിഞ്ഞുകൂടുന്ന വഹ്ഷ്, അതെല്ലാം തന്നെ ആ ദിവസത്തിലെല്ലാം കൂടി നിൽക്കും. അവർക്ക് അകന്നു പോകാനുള്ള സന്ദർഭമൊന്നും കിട്ടത്തില്ല. എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടി നിൽക്കും. അങ്ങനെ ഫാശറക്കത്ത് അലൈഹിമു ശംസു, അവരുടെ മേൽ ശംസ് ഉദിച്ചുയരും. വഖത്തളാഅഫ ഹർറുഹ, അതിന്റെ ചൂട് ഇരട്ടിയാകും. വതബദ്ദലത്ത് അമ്മാ കാനത്ത് അലൈഹി, നേരത്തെ എങ്ങനെയായിരുന്നോ അതിനെ തൊട്ട് തന്നെ ഒരു വ്യതിചലനമുണ്ടാകും, ഒരു വ്യത്യാസമുണ്ടാകും, ഒരു വ്യതിയാനമുണ്ടാകും. മിൻ ഖിഫത്തി അംരിഹ, സൂര്യൻ അത്ര കടുപ്പമായിരുന്നില്ല, ഇപ്പോൾ വലിയ കടുപ്പമാകും. പിന്നീട് ഉദുനിയത്ത്, ആ സൂര്യനെ അടുപ്പിക്കപ്പെടും. മിൻ റൂസിൽ ആലമീന, ലോക സൃഷ്ടികളുടെ ശിരസ്സുകളോട് അടുപ്പിക്കപ്പെടും. ജനങ്ങളുടെ ശിരസ്സുകളോട് അടുപ്പിക്കുക. കാബ കൗസൈനി, അമ്പും വില്ലും അടുക്കുന്നത് പോലെ. അമ്പ് രണ്ട്, കൗസൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പും വില്ലും, അതിന്റെ കാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുപ്പം, അടുക്കുന്നത് പോലെ അടുക്കും. ഫലം യബ്ഖ അലൽ അർളി, ഭൂമിയിൽ ശേഷിക്കുകയില്ല ലില്ലുൻ, ഒരു നിഴലും, ഇല്ലാ ലില്ല അർശി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അർശിന്റെ നിഴലല്ലാതെ. പക്ഷേ വലം യുംകിൻ മിനൽ ഇസ്തിദ്ലാലി ബിഹി, അതുകൊണ്ട് നിഴൽ കരസ്ഥമാക്കുന്നതിന് സാധ്യമാവുകയില്ല. ഇല്ലൽ മുഖറബൂൻ, മുഖറബുകളായ ആൾക്കാരൊഴികെ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഖറബീൻ, അള്ളാഹു നമ്മളെ ആ മുഖറബുകളിൽ പെടുത്തട്ടെ. ഫമിൻ ബൈനി മുസ്തദില്ലിൻ ബിൽ അർശി വ ബൈനി മുളിഹിൻ ലിഹരി ശംസി, സൃഷ്ടികള് 2 വിഭാഗമാകും. അർശിന്റെ തണലിൽ കഴിഞ്ഞുകൂടുന്നവരും അതുപോലെ തന്നെ പിന്നെ ഹർറു ശംസിനെ വല്ലാതെ സഹിക്കുന്നവരുടെയും ഇടയിലായിട്ട് മാറും ജനങ്ങൾ. 2 ഗ്രൂപ്പായിട്ട്. ഒരു ഗ്രൂപ്പ്, വളരെ കുറഞ്ഞ ഒരു ഗ്രൂപ്പ് അർശിന്റെ തണലിലായിരിക്കും. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു ഗ്രൂപ്പ് സൂര്യന്റെ ചൂടിനെ വല്ലാതെ സഹിക്കാൻ വേണ്ടി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അവർ വല്ലാതെ സൂര്യന്റെ ചൂട് സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടും. ഭയങ്കരമായ ചൂടേറ്റിട്ട് കഴിഞ്ഞുകൂടും. അത് സഹറത്തുഹു ബിഹരിഹ, ആ സൂര്യൻ അവനെ ഉരുക്കും അതിന്റെ ചൂട് കൊണ്ട്. വസ്തദ്ദ കർബുഹു, അവന്റെ
ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും, ശക്തമാകും. കമ്പു അവൻ്റെ മനക്ലേശം മിൻ വഹദിയ സൂര്യന്റെ ചൂട് കാരണമായി. പിന്നീട് തദാഫഅത്തിൽ ഖലായിഖു സെട്ടുകൾ പരസ്പരം ഒന്തും തള്ളും തുടങ്ങും. അത്രയും തിരക്കായിരിക്കും. ഫദഫഅ ബഅദുഹും ബഅദിനെ തള്ളി മാറ്റാൻ ശ്രമിക്കും. ശിദ്ദത്തി സിഹാമി, ആ തിരക്കിന്റെ കാഠിന്യത കാരണം. ഇഖ്തിലാഫിൽ അഖ്ദാമി, ഖദമുകൾ മാറ്റി വയ്ക്കുന്ന കാരണമായിട്ട് കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറ്റി വയ്ക്കാൻ പറ്റുന്ന തള്ളലുണ്ടാകും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ, പടച്ചവൻ നമ്മളെ കാക്കുമാറാകട്ടെ. വല്ലാഫ ഇലൈഹി, അതിലേക്ക് ചേരും ഷിദ്ദത്തുൽ ഖജ്ലത്തി, ലജ്ജയുടെ കാഠിന്യത. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ കൂടെ ലജ്ജയുടെ കാഠിന്യത. വൽ ഹയായ, അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. മിനൽ ഇഫ്തിലാഹി, എങ്ങനെ ലജ്ജ ഉണ്ടാകാൻ കാരണം? മിനൽ ഇഫ്തിലാഹി, അപമാനത്തിന്റെ പേര്. വൽ ഇഖ്തിസാഇ, അതുപോലെ തന്നെ വഷളത്തരം, അവൻ വഷളനാകും. ഇൻദൽ ആർളി അലാ ജബ്ബാരിസമായി, ആകാശത്തിന്റെ ജബ്ബാർ, അടക്കി ഭരിക്കുന്ന രക്ഷിതാവിന്റെ മുമ്പിൽ വെളിവാകുന്ന അവസരത്തിലുള്ള ആ ഒരു വഷളത്തരം. ഇതെല്ലാം കൊണ്ട് അവൻ വല്ലാതെ ആ കാഠിന്യത, ലജ്ജ വല്ലാതെ കൂടും. അങ്ങനെ ഫജ്തമഅ വഹജു ശംസി, സൂര്യന്റെ ചൂട്, വഹറുൽ അൻഫാസി, ശ്വാസത്തിന്റെ ചൂട്, വഹ്തറാഖുൽ ഖുലൂബി, കൽബുകൾ കരിയുന്ന അവസ്ഥ, ബിനാരിൽ ഹയായി, ലജ്ജയുടെ തീ കൊണ്ട് കൽബുകൾ കരിയുന്ന അവസ്ഥ, വൽ ഖൗഫി, ഭയത്തിന്റെയും തീ കൊണ്ട്, ഭയാഗ്നി കൊണ്ടും ലജ്ജാഗ്നി കൊണ്ടും കൽബുകൾ തീ കരിയുന്ന അവസ്ഥ. അങ്ങനെ ഫഫാദൽ അർഖു, വിയർപ്പ് ഒഴുകാൻ തുടങ്ങും. മിൻ അസ്ലി കുല്ലി ഷഅറത്തിൻ, ഓരോ രോമത്തിന്റെ അടിയിൽ നിന്നും വിയർപ്പ് ഇങ്ങനെ വരും. ഹത്താ സാല, അത് ഒലിക്കും. അലാ സഈദിൽ ഖിയാമ, ഖിയാമത്തിന്റെ പൂമുഖത്ത് അതിങ്ങനെ ഒലിച്ചു കൊണ്ടുപോകും. പിന്നീട് ഇർത്തഫ, അത് ഉയരും. അലാ അബ്ദാനിയും, അവരുടെ ബദനുകളുടെ മേൽ ഉയരും. അലാ ഖദിരി മനാസിലിഹിം, അവരവരുടെ പദവി അനുസരിച്ച്, അളവനുസരിച്ച്. അള്ളാഹുവിന്റെ അടുക്കൽ ആർക്ക് പദവി കൂടുന്നുവോ അവർക്ക് ഈ വേർപ്പ് കുറയും. അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പദവി ഇല്ലാത്തവർക്ക് വേർപ്പ് കൂടുകയും ചെയ്യും. മഹ്ശർ കാണാത്ത ആൾക്കാരും ഉണ്ടാകുമെന്ന് അള്ളാഹു തആല അതിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹ്ശർ കാണാതെ നേരെ അള്ളാഹുവിന്റെ റിളായിലേക്ക്, അവന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന ആ മഹാഭാഗ്യവാന്മാർ, ഹിസാബില്ലാണ്ട് പോകുന്നവർ, അതിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിനുള്ള അർഹത നമുക്കില്ലെങ്കിലും കാരുണ്യവാനായ രക്ഷിതാവ് അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ അർഹത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവരിൽ ചിലര് ബലകൽ ആർക്കു റുക്കുബത്തൈഹി, വേർപ്പ് മുട്ടുവരെ എത്തും. ബഅദുഹും ഹഖ്വൈഹി, അവരുടെ ഊര വരെ എത്തും. ബഅദുഹും ഇലാ ശഹ്മത്തി ഉദ്നി, ചിലരുടെ വേർപ്പ് അവരുടെ ചെവിയുടെ ആ ചോണ വരെ എത്തും. ബഅദുഹും കാദ യഗീബു ഫീ, വേർപ്പിൽ അവൻ മുങ്ങാൻ അടുക്കും, മറഞ്ഞു പോകാൻ അടുക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കും വേർപ്പിന്റെ അവസ്ഥ. ഇതെല്ലാം യജമാനായ അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് മനസ്സിലാകുന്നതല്ല. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ജനങ്ങളെ നിൽക്കുന്ന ദിവസം. ഹത്താ യഗീബ അഹദുഹും, എത്രത്തോളം? ഹത്താ യഗീബ അഹദുഹും, അവരിൽ ഓരോരുത്തരും മറഞ്ഞു പോകും. ഫി റശ്ഹിഹി, അവന്റെ വേർപ്പിൽ. ഇല അൻസാഫി ഉദ്നി, അവന്റെ രണ്ട് ചെവിയുടെ പകുതി വരെ വേർപ്പിൽ നിറഞ്ഞു പോകും. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅറുക്കുന്നാസു യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വിയർക്കും. ഹത്താ യദ്ഹബു അർക്കും, അവരുടെ വിയർപ്പ് പോകും. ഫി സബഈന ബാഅൻ, 70 ബാഅ്. ബാഅ് എന്ന് പറഞ്ഞാല് കൈ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും നീട്ടി വെക്കുമ്പോഴുള്ള അളവ്, അതിന് മാറ് എന്നാണ് പഴയ കാലത്ത് പറയാറുള്ളത്. ഒരു മാറെന്ന് പറയും. രണ്ട് കൈ ഇങ്ങനെ നീട്ടി വെക്കുമ്പോഴുള്ള ഒരു കൈയുടെ മുതൽ മറ്റേ കൈ വരെയുള്ള അളവ്. അതുപോലത്തെ 70 ബാഅ് അവന്റെ വേർപ്പ് വ്യാപിക്കും. വയൽജമുഹും, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ഓരോരുത്തരുടെയും വേർപ്പ് അവിടെ വ്യാപിച്ചു കിടക്കുമെന്നർത്ഥം. വയൽജമുഹും, ഖബറിന്റെ ഉള്ളിൽ വിശാലത അള്ളാഹു അല്ലേ നൽകുന്നത്, അതുപോലെയാണ് ഇവിടെയും തിരക്കിന്റെ ഇടയിൽ വേർപ്പ് വ്യാപിക്കുന്നു. വയൽജമുഹും, അവരെ വേർപ്പ് കടിഞ്ഞാണിടും. വയബുലുഹു ആദാനഹും, വയബുലുഹു അദ്ഖനഹും, അവരുടെ ദക്കന്, അവരുടെ ദാടിയല് വരെ വേർപ്പ് എത്തും. കഥാ ഇപ്രകാരം റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിമും ഫി സഹീഹി. വഫി ഹദീസിൻ ആഖിറ, വേറെ ഹദീസിലുണ്ട് ഖിയാമൻ ഷാഖിസത്തൻ അബ്സാറുഹു, അവരിങ്ങനെ നിൽക്കുകയാണ്, അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. 40
സ്ഥാനത്ത് 40 വർഷം കണ്ണുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കും വിലസമായി ആകാശഭാഗത്തേക്ക്, അഥവാ മേൽഭാഗത്തേക്ക്. ആകാശമൊന്നും ഉണ്ടാവില്ലല്ലോ, മേൽഭാഗത്തേക്ക്. അങ്ങനെ യുൽജിമുഹുമുൽ ആർക്കു, വേർപ്പ് അവർക്ക് കടിഞ്ഞാനിടും. മിൻ ഷിദ്ദത്തിൽ കർബി, കാഠിന്യതയുടെ, ബുദ്ധിമുട്ടിന്റെ കാഠിന്യതയുടെ പേരിൽ വേർപ്പ് അവർക്ക് കടിഞ്ഞാനായിട്ട് വരും. വഖാല ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്നു ശംസു മിനൽ അർളി, ഭൂമിയോട് സൂര്യൻ അടുക്കും. യൗമൽ ഖിയാമത്തി, അങ്ങനെ ഫയറക്കുന്നാസ്, ജനങ്ങൾ വിയർക്കും. മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു വിഭാഗം യബ്ലുഹു ആർക്കുഹു, അവന്റെ ഏർപ്പെത്തും, ആക്കിബോ, അവന്റെ മടമ്പുകാൽ വരെ. ഒമിന്നുമ്മൻ യബ്ലുഹു നിസ്ഫ സാക്കി, അവന്റെ തണ്ടക്കാലിന്റെ പകുതി വരെ വേർപ്പെത്തും. ഒമിന്നുമ്മൻ യബ്ലുഹു റുക്ബത്തു, മുട്ടുവരെ. ഒമിന്നുമ്മൻ യബ്ലുഹു ഫഖദ്, അവന്റെ തുട വരെ. ഒമിന്നുമ്മൻ യബ്ലുഹു ഖാസിറത്തഹു, അവന്റെ അരക്കെട്ട് വരെ. ഒമിന്നുമ്മൻ യബ്ലുഹു ഫാ, അവന്റെ വായ വരെ. വാഷാറ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറ ചെയ്ത് ബിയദി, അവിടുന്ന് കൈ കൊണ്ട്. അങ്ങനെ ഫാൽജമഹ ഫാഹു, ആ കയ്യിനെ അവിടുന്ന് വായിലേക്ക് ചേർത്ത് വെച്ച് കാണിച്ചു കൊടുത്തു. ഒമിന്നും, അവരിൽപ്പെട്ട വേറൊരു വിഭാഗം, അവരുടെ വേർപ്പ് എന്താണ്? മൻ യുഗത്തീഹിൽ ആർക്കു, വേർപ്പ് അവരെ മൂടിക്കളയും. വേർപ്പ് അവർക്ക് മൂടിയായിട്ട് വരും. മൂടിയായിട്ട് അവരിലേക്ക് വേർപ്പ് വരും. വല്ലറബ ബിയദിഹി, അവിടുന്ന് അടിച്ചു കാണിച്ചു. അല റാസി, തലയിൽ ഹാക്കഥ, ഇപ്രകാരം. തലവരെയും വേർപ്പ് അവനെ മൂടും എന്ന അർത്ഥത്തിൽ. അപ്പൊ തഅമ്മൽ യാ മിസ്കിൻ, എടാ മിസ്കീനെ നീ ചിന്തിക്ക്. ഫി ആർക്കി അഹ്ലിൽ മഹ്ശരി, മഹ്ശറവാസികളുടെ വേർപ്പിന്റെ വിഷയത്തിൽ. വശിദ്ദത്തി കർബിഹിം, അവരുടെ കഠിനമായ ആ ബുദ്ധിമുട്ടിന്റെ വിഷയത്തിലും. ഒഫീഹിം, അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും മൻ, ഒരു വിഭാഗം യുനാദി, ആ വിഭാഗം വിളിച്ചു പറയും. യഖൂലു റബ്ബി അരിഹ്നി, പടച്ചവനെ എന്നെ നീ റാഹത്തിലാക്ക്, എന്നെ നീ ആശ്വാസത്തിലാക്ക്. മിൻഹാദൽ കർബി, ഈ ബുദ്ധിമുട്ടിൽ നിന്നും. വൽ ഇന്തിലാരി, ഇങ്ങനെ 50,000 വർഷത്തെ ഈ പ്രതീക്ഷയിൽ നിന്നും. വലോ ഇലന്നാരി, നരകത്തിലേക്കാണെങ്കിലും വേണ്ടില്ല എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പൊ കുല്ലുതാരിക്ക്, ഇതെല്ലാം ഏതവസ്ഥയില? വലം എൽക്കോ, അവർ കണ്ടുമുട്ടിയിട്ടില്ല. ബഅദു, ഇതുവരെ. ഹിസാബിനെ കണ്ടുമുട്ടിയിട്ടില്ല. വലാ ഇഖാബൻ, ശിക്ഷയും കണ്ടുമുട്ടിയിട്ടില്ല. അതിന് മുമ്പുള്ള കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫൈനക, എടാ മനുഷ്യ, നീ വാഹിദുമിന്നും അവരിൽപ്പെട്ട ഒരുവനാണ്. വലാ തദ്രി, നിനക്കറിയില്ല. ഇല അയിന യബ്ലുഗു ബിക്കൽ ആർക്കു, വേർപ്പ് നിന്നെ എവിടം വരെ എത്തിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. വാലം, നീ അറിയണം. വേറൊരു കാര്യം പറയുക. അന്ന ആർക്കിൻ, എല്ലാ ഓരോ വേർപ്പും. ലം യുഖ്രിജുഹു, ആ വേർപ്പിനെ പുറപ്പെടുവിച്ചില്ല. അത്തഅബു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ വഴിയിലുള്ള ക്ലേശം ആ വേർപ്പിനെ പുറപ്പെടുവിച്ചില്ല. അള്ളാഹിന്റെ വഴിയിൽ ക്ലേശം സഹിച്ച് വേർക്കാത്തവൻ, ആ വേർക്കാത്ത വേർപ്പ്. എന്താണ് ക്ലേശം? അള്ളാഹിന്റെ വഴി എന്താ? മിൻ ഹജ്ജിൻ വ ജിഹാദിൻ, ഹജ്ജ്, അള്ളാഹിന്റെ വഴിയുള്ള ധർമ്മസമരം, നോമ്പ്, ഖിയാം, രാത്രി നിസ്കാരം. തറദ്ദുദിൻ ഫി ഖളാഇ ഹാജത്തി മുസ്ലിമീൻ, മുസ്ലിമിന്റെ ആവശ്യ നിർവഹണാർത്ഥമുള്ള ഇയാളുടെ പോക്ക്. തഹമ്മുലി മശക്കത്തിൻ, കഷ്ടപ്പാടിനെ സഹിക്കുക. ഫി അംരിൻ മഅറൂഫിൻ, മഅറൂഫിനെ കൽപ്പിക്കുന്നതിൽ. നഹീൻ അൻ മുൻകരിൻ, മുൻകറിനെ വിലക്കുന്നതിലുമെല്ലാമുള്ള കഷ്ടപ്പാടിനെ സഹിക്കുക. ഇതുപോലുള്ള വിഷയങ്ങളിൽ വേർക്കാത്തവന്റെ വേർപ്പ്, ഫസയുഖ്രിജുഹു, ആ വേർപ്പിനെ പുറത്തു കൊണ്ടുവരും. അൽ ഹയാഉ, ലജ്ജയും, വൽ ഖൗഫ്, ഭയവും. ഫീ സഅീദിൽ ഖിയാമ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖിയാമത്തിന്റെ മിറ്റത്തിൽ. വയതൂലു ഫീ, അവന് ദീർഘമാകും. അൽ കർബു, ബുദ്ധിമുട്ട്. വലൗ സലിമ ഇബ്നു ആദം, അഥവാ ഇബ്നു ആദം രക്ഷപ്പെട്ടെങ്കിൽ, മിനൽ ജഹിലി വൽ ഖുറൂരി, അവന്റെ അജ്ഞതയിൽ നിന്നും അവന്റെ വഞ്ചനാപരമായ അവസ്ഥയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലാലിമ, അവൻ അറിയും. അന്ന താബൽ അർക്കി, ഈ വേർപ്പിന്റെ ഈ ബുദ്ധിമുട്ട്. ഈ തഹമ്മുലി മസാഹിബി താആത്തി, താഅത്തുകളുടെ കഷ്ടപ്പാടിനെ സഹിക്കുന്നതിൽ ഈ വേർപ്പിന്റെ ആ ബുദ്ധിമുട്ട്, അത് അഹ്വനു അംറൻ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. വാക്സറു സമാനം, കുറഞ്ഞ കാലത്തേക്ക് ചുരുങ്ങിയതാണ്. ഏതിനേക്കാൾ? മിൻ ആർക്കിൽ കർബി, അള്ളാഹ് മഹ്ശറയിലെ കർബിന്റെ ആർക്കിനേക്കാൾ, ആ ബുദ്ധിമുട്ടിന്റെ വേർപ്പിനേക്കാൾ. വല്ലിന്തിലാരി ഫിൽ ഖിയാമ, ഖിയാമത്തിലുള്ള പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ വേർപ്പിനേക്കാൾ. കാരണം ഫൈനു, അത് യൗമുൻ അദീമത്തുൻ, അദീമത്തായ ഒരു ദിവസമാണ്. അദീമത്തുൻ ശിദ്ദത്തു, അതിന്റെ കാഠിന്യത ഭയങ്കരമാണ്. ഫബീലത്തുൻ മുദ്ദത്തു, കാലഘട്ടവും വളരെ നീണ്ടതാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അവന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാവൃത്തികെട്ട നമ്മളെ അള്ളാഹു താല രക്ഷിക്കട്ടെ. എല്ലാ നന്മയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചതമ്പുരാൻ വിജയികളുടെ കൂട്ടത്തിൽ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല മുഅ്മിനായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.
തൗബത്തുൻ നസൂഹ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈമാൻ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ചത്തുപോകാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവന്റെ ഭയങ്കരമായ കോപത്തിൽ പെടാണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.